മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എല്ലാ വാതിലും കൊട്ടി അടച്ചപ്പോഴായിരുന്നു പ്രതികരിച്ചതെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞു. തനിക്കെതിരെ കുറ്റപ്പെടുത്തലും നടപടിയും വന്നേക്കാം. താൻ മന്ത്രിയെയും മന്ത്രിസഭയെയും കുറ്റപ്പെടുത്തിയില്ല. സമരങ്ങൾ തന്റെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കുന്നതായും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. എല്ലാ മാർഗങ്ങളും കൊട്ടിയടക്കപ്പെട്ടു, എല്ലാ രീതികളിലും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനത് അതിലേക്ക് പോയത്. അതിന് ശിക്ഷാ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട്. പ്രശ്നങ്ങൾ ഈ ബ്യൂറോക്രസിയുടെ ഈ മെല്ലപ്പോക്കും ചുവപ്പ് നാടയും ഒഴിവാക്കി ഇത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഓരോ ഘട്ടങ്ങളിലും ഇന്നും മാത്രമല്ല ഇന്നും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അദ്ദേഹം എൻ്റെ ഒരു ഗുരുനാഥനാണ്. അദ്ദേഹം വളരെ കാലമായിട്ട് അദ്ദേഹത്തിന് ഞാൻ ഇടതുപക്ഷ സഹയാത്രി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തിനുള്ള ബഹുമാനത്തിന് എനിക്ക് യാതൊരു കുറവുണ്ടാവില്ല. ഡോക്ടർ ഹാരിസ് അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വിമർശനം. അതൊന്ന് കേൾക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ല. നല്ല അർപ്പണബോധത്തോടെ ജോലി എടുക്കുന്ന ആളാണെന്ന് തന്നെയാണ് പറയുന്നത്. പൊതുവെ അങ്ങനെയാണ് അഭിപ്രായം നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നടന്നതെന്താ? ഒരു ഗവൺമെന്റ് സർവന്റ്, നല്ല ആത്മാർത്ഥതയുള്ളയാള്, അർപ്പണബോധത്തോടെ ജോലിയെടുക്കുന്നയാള്, അഴിമതി തീണ്ടാത്തിയാള്, എല്ലാമാവട്ടെ. പക്ഷേ അത്തരമൊരാള് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ അതാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മുന്നിൽ അനുഭവ പാഠമായിരിക്കണം. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി. സർജറിക്ക് ആവശ്യമായ ചില ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒറ്റപ്പെട്ട പ്രശ്നം പരിഹരിച്ചു. എന്നിട്ടും സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാൻ നീക്കം നടക്കുന്നുവെന്ന് ദേശാഭിമാനി എഡിറ്റോറിയലിൽ പറയുന്നു. സാരംഗ് സുധാകരൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, ഈ വിഷയം പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് തന്റെ ഗതികേട് കൊണ്ടാണ് എന്നുള്ളതാണ്. നടപടി നേരിട്ടാലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ അതിനപ്പുറം ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത് താൻ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായോ ആ ഉദ്ദേശത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങളല്ല. തന്റെ ഗതികേട്, ആരോഗ്യ മേഖല നേരിടുന്ന പ്രതിസന്ധി, തന്റെ പേഷ്യൻസിനോട്, രോഗികളോട് തനിക്ക് നിരന്തരം ഇത്തരത്തിൽ ഉപകരണങ്ങളില്ല, മരുന്നുകളില്ല എന്ന് പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് വാങ്ങിപ്പിക്കേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ച് പല വാതിലുകളും മുട്ടിയിട്ട് ഒരു നടപടിയും ഉണ്ടാകാത്തത് കൊണ്ട് മാത്രമാണ് ഇത് തുറന്നു പറയേണ്ടി വന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ കൂടി സർക്കാരിന് മുന്നിലേക്ക് തുറന്ന് കാണിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നിരന്തരം അത് പ്രൂവ് ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം പോലും എടുത്താൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ CPM-ന് ഏറ്റവും വലിയ വ്യഗ്രത എന്ന് പറയുന്നത് ഇത് ആരോഗ്യ കേരളത്തിൽ നമ്പർ 1 എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത്, മേനി നടിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു ഡോക്ടർ തന്നെ തുറന്നു പറച്ചിലുമായി രംഗത്തേക്ക് എത്തുമ്പോൾ അത് സർക്കാരിന് വലിയ ക്ഷീണം സ്വാഭാവികമായും ഉണ്ടാക്കും. അതിനെ പ്രതിരോധിക്കുക, അതുമാത്രം. അതിന് മുന്നിൽ നിൽക്കുന്ന ഡോക്ടർ ഹാരിസിനെ പോലും ഒരു കുറ്റക്കാരനാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വേണ്ടേ നമുക്ക് ഈ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ? തീർച്ചയായും ആര്യ, ഹാരിസ് ചിറക്കൽ ഉദ്ദേശശുദ്ധിയോട് കൂടി പുറത്തേക്ക് വിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അത് അതിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ മറികടന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിൽ, വകുപ്പ് മേധാവിയുടെ തന്നെ തുറന്നു പറച്ചിൽ കേരളത്തിൽ അധികം നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരു സംഭവമാണ്. മറ്റുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മറ്റും ഇല്ലാത്ത പ്രശ്നങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അടക്കം പലതവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു വകുപ്പ് മേധാവി ഇങ്ങനെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ആദ്യമായിട്ടാണ്. അത്തരത്തിലൊരു തുറന്നു പറച്ചിലിന് ശേഷം ഉണ്ടായ തെറ്റ്
തിരുത്തി അത്തരത്തിലുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മറ്റും തിരിച്ചെത്തിച്ചെങ്കിലും അത് പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്ത് നമ്പർ 1 കേരള, അതായത് ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആണെന്നുള്ളൊരു ഖ്യാതിക്കെതിരെയുള്ളൊരു ആക്രമണമായിട്ട് പ്രതിപക്ഷ കക്ഷികൾ ഈ ഒരു സംഭവത്തെ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ സർക്കാരിന് അത് പ്രതിരോധിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്നത് കാലങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പല ഘട്ടങ്ങളിലും ശസ്ത്രക്രിയകൾ പല ഭാഗങ്ങളിലും മുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവം മാത്രമായി ഒതുക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അതായത് ഒരു ശസ്ത്രക്രിയാ ഉപകരണത്തിന്റെ ഒരു അഭാവം ഉണ്ടായി, അങ്ങനെ ചില ശസ്ത്രക്രിയകൾ മുടങ്ങി, അത് പരിഹരിച്ചു. അത് ആ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിട്ട് ഇത് കാണിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കാരണം ഇതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് കാര്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഇനി അത് രാഷ്ട്രീയമായി തന്നെ നേരിടണം എന്ന തലത്തിലേക്കാണ് സർക്കാരും എത്തി നിൽക്കുന്നത്. മാത്രമല്ല കാലങ്ങളായിട്ട് കേരളം നമ്പർ 1 ആണ് ആരോഗ്യ രംഗത്ത് നിന്നൊരു ഖ്യാതി നമുക്ക് കുറെ കാലങ്ങളായിട്ട് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. അതിനേറ്റ ഒരു വലിയൊരു കളങ്കമായിട്ടാണ് സർക്കാർ ഈ ഒരു കാര്യത്തെ കാണുന്നത്. മാത്രമല്ല ഈ ഒരു ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ഗതികേട്, അതായത് സാധാരണക്കാരായ ആൾക്കാരാണ് ഇത്തരത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെയും ആശുപത്രികളെയും മറ്റും ആശ്രയിക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാർ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിച്ചു നൽകേണ്ട ഒരു ഗതികേടായിരുന്നു ഈ ഒരു ഹാരിസ് ചിറക്കൽ തുറന്നു പറഞ്ഞത്. അത് ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല എന്ന് വ്യക്തമാണ്. പക്ഷേ അത്തരത്തിലൊരു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുമോ, ഈ ഒരു ബ്യൂറോക്രസിയുടെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരമായി സർക്കാർ കാണുമോ എന്നൊരു കാര്യം ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമാണ് ദേശാഭിമാനിയിലടക്കം, അതായത് അത് രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് കൊണ്ടുപോകരുത് എന്നൊരു മുന്നറിയിപ്പാണ് ദേശാഭിമാനി അടക്കം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതൊരു ബ്യൂറോക്രസിയുടെ ശുദ്ധീകരണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നൊരു ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ആര്യ, തീർച്ചയായും സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.